ഇതെന്നാ കോപ്പിലെ പരിപാടിയാ? എനിക്കിപ്പോഴാ സീറ്റില്ലെന്ന്. 1 2 3 ഞാൻ വെടിവെച്ച് കൊന്നുകളെ. ഒരുത്തനെ ഞാൻ ഇവിടെ കയറ്റത്തില്ല. രാജേന്ദ്രൻ BJP പോയതിന് ഞാനിപ്പോൾ എന്തൊരു വേണം? ഞാനാണ് രാജേന്ദ്രൻ BJP? ഞാൻ വേണമെങ്കിൽ ഞാനും BJP പോയി കാണിച്ചു തരാം. എന്താ പിണറായി അവിടെ ഇരുന്ന് ഒലത്തുന്നത്? എന്താ ഉണ്ടാക്കുന്നത്? ഇതവൻ ആരാ? കോടിയേരി ബാലകൃഷ്ണനായിരുന്നെങ്കിൽ എനിക്ക് സീറ്റ് തരുമായിരുന്നു. എനിക്ക് ഷുഗറാണ് പോലും. ഷുഗർ ഇല്ലാത്ത ആരാ? ഞാൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ ഷുഗർ പഞ്ചാര അടിക്കാത്ത ഒരാളിനെ പറഞ്ഞു മുഴുവൻ പഞ്ചാര അടിയാണ് അവിടെ നടക്കുന്നത്. എനിക്ക് ഷുഗറാണ് പോലും. എനിക്ക് ഷുഗർ ചിലപ്പോൾ ഷുഗർ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സീറ്റില്ല. അങ്ങനെ മണിക്കൊരു കടും വെട്ടിയിരിക്കുകയാണ്. എന്നോട് ആരും ചോദിച്ചില്ലാന്നേ. ഇതൊക്കെ ഒലത്തുമ്പോൾ എന്നോട് ചോദിക്കണ്ടേ? എന്നോട് ചോദിച്ചിട്ട് വല്ല ഇതൊക്കെ ചെയ്യാൻ? ഇവർ കോപ്പിലെ ഏത് കോപ്പിലെ പാർട്ടി? ഇതെന്ത് പാർട്ടി? പറഞ്ഞാൽ നിൽക്കും, പറഞ്ഞില്ല നിൽക്കില്ലെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് എന്നോട് പറയണ്ടേ ഇത് മാറ്റുന്ന സമയത്ത് ഒരു രീതിയും ശാസ്ത്രവും ഇല്ലാത്ത രീതിയിൽ എവിടത്തെ പാർട്ടിയാണ്? 1 2 3 ഞാൻ വെടിവെച്ച് കൊന്നുകളെ എല്ലാവരെയും. പിണറായിയുടെ പേരൊരുത്തൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ വേണ്ടി തന്നെയാണ് അവന്മാർ. അല്ലെങ്കിൽ ഉടുമ്പൻചോലയിൽ ജയചന്ദ്രനെ കൊടുത്തിട്ട് എനിക്ക് തരാതിരിക്കുമോ? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? രാജേന്ദ്രനെ പോലെ ഞാനും BJP പോകണമെന്നാണോ? ഇങ്ങനെ തുടങ്ങി. മണിയാശാൻ വലിയ വെടിവെപ്പിലാണ്. മണിയാശാൻ ഉടുമ്പൻചോലയിലും ഇടുക്കിയിലും കിടന്ന് വലിയ വിരളിയാണ് കാണിക്കുന്നത്. അധികാരം പോകുന്നതിൻ്റെ വലിയ പ്രശ്നം അതവിടെ നിൽക്കുമ്പോഴാണ് ഇതാ ഇപ്പുറത്ത് പാവപ്പെട്ട ഒരു ആലപ്പുഴക്കാരൻ, ഒരു ക്രിസ്ത്യാനി, നസ്രാണി, നല്ല നസ്രാണി, ആലപ്പുഴയിലുള്ളൊരു നല്ലൊരു നസ്രാണി SFIയിലൂടെ വന്നു, മഹാരാജാസ് കോളേജിലൂടെ കയറി വന്നു, വലിയ വിപ്ലവ വീര്യമായിട്ട് വന്നു, ബുദ്ധിജീവിയായിട്ട് വന്നു. കയറിൽ ധനശാസ്ത്രത്തിൽ കയറിൻ്റെ തത്വശാസ്ത്രത്തിൽ PhD എടുത്തു. CDSൽ വലിയ ഫെലോ ആയി, പ്രൊഫസറായി, ഡോക്ടറേറ്റ് എടുത്തു, ബുദ്ധിജീവിയായി, എഴുത്തുകാരനായി, ജനകീയാസൂത്രണത്തിൻ്റെ ആളായി, സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ കോർഡിനേറ്ററായി, ജനകീയാസൂത്രണ അപ്പോസ്തലനായി, മുക്കന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും, അതെല്ലാം കൂടെ പുസ്തകമാക്കും. എനിക്ക് വയ്യ. എന്തൊരു ജഗപുകയായിരുന്നു. അവസാനം പിണറായി വിജയന് മനസ്സിലായി ഇതിനെ വളർത്തിയാൽ ഇവൻ നമ്മളെ വെട്ടും. അങ്ങനെ കടും വെട്ടി തോമസ് ഐസക്കിനെ. കഴിഞ്ഞ പ്രാവശ്യത്തെ കടും വെട്ടിൽ തോമസ് ഐസക്ക് താഴെ പോയെങ്കിലും ഐസക്ക് മിണ്ടാതിരുന്നില്ല. സുധാകരൻ 5 വർഷം കൊണ്ട് മിണ്ടാതിരുന്ന് പാർട്ടിക്ക് അനഭിമതനായി മാറിയപ്പോൾ അതേ ഐസക്കിനെ സുധാകരനെ ഒന്നിച്ചാണ് മാറ്റിയത്. അതേ ഐസക്ക് വിജ്ഞാന കേരളം എന്നും പറഞ്ഞ് പത്തനംതിട്ടയിൽ കുറേ പിള്ളേരെയൊക്കെ പിടിച്ചിരുത്തി കുറേ ഉടായ്പ പരിപാടിയൊക്കെ നടത്തി അവസാനം പല ജില്ലകളിലൊക്കെ പോയി അങ്ങനെ കുറച്ച് സമ്പാദ്യം പൈസയൊക്കെ അത്യാവശ്യം ചില DA ഒക്കെ എഴുതിയെടുത്ത് അങ്ങനെ കറങ്ങി നടന്ന് വീണ്ടും സജീവ സാന്നിധ്യം കാണിച്ചു. അങ്ങനെ സജീവ സാന്നിധ്യം കാണിച്ചപ്പോൾ ഐസക്ക് വിചാരിച്ചു ഇപ്രാവശ്യം നിൽക്കാമെന്ന്. അങ്ങനെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് വീണ്ടും ഐസക്ക് MA ബേബിയൊക്കെ കമ്പനി അടിച്ച്, തെക്കുള്ളവരെയൊക്കെ കമ്പനി അടിച്ച്, അച്ഛന്മാരെയൊക്കെ കൂടെ കമ്പനി അടിച്ചപ്പോൾ ആലപ്പുഴ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഐസക്കിനോട് പത്തനംതിട്ട പോയി നിൽക്കുക, ആൻ്റണിയുടെ അടുത്ത് പോയി നിന്നാൽ വല്ല ക്ലച്ച് പിടിക്കും. അവിടെ തോറ്റ് തുന്നം പാടി. ഇപ്പോഴിതാ ചേർത്തലയിൽ ദലീമയെ മാറ്റിയിട്ട് ചേർത്തലയിലോ അല്ലെങ്കിൽ അവിടെ നമ്മുടെ ആലപ്പുഴയിലോ അല്ലെങ്കിൽ പിന്നെ കായംകുളത്തോ അമ്പലപ്പുഴയിലോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നാൽ, മാരാരിക്കുളത്തോ എവിടെ നിന്നാലും ജയിക്കുന്ന ആളാണ് ഈ തോമസ് ഐസക്ക് എന്നുള്ള ധാരണയിൽ നടക്കുന്ന പാവപ്പെട്ടവന് സീറ്റില്ല. അടുത്ത കടുംവെട്ട് ഇടുക്കിക്കാരൻ മണിയാശാനെ 1 2 3 പറഞ്ഞ് വെട്ടി, തോമസ് ഐസക്കിനെയും വെട്ടി, ശൈലജ ടീച്ചറിനെ കൊണ്ടുപോയി കുരുതിക്ക് കൊടുത്തു. എന്താണ് ശരിക്കും ഈ പാർട്ടി ഉദ്ദേശിക്കുന്നത്? സാധാരണയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വയസ്സാകും. ഇപ്പം നിർമ്മൽ ചക്രവർത്തി, ജ്യോതി ബസു, EM ശങ്കർ നമ്പൂതിരിപ്പാട്, അങ്ങനെ പ്രായം കൂടുന്തോറും മുറ്റുംതോറും മേന്മ കൂട്ടുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മുതിർന്ന ആളാണെങ്കിൽ, കാരണം 30 വർഷം സർവീസുള്ള സേവനം നടത്തിയ ആളിനേക്കാൾ 60 വർഷം ത്യാഗം സഹിച്ച ആളിനെ പാർട്ടി ത്യാഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ 60 വർഷം ചെയ്ത ആളിനോട് ഭയങ്കര ബഹുമാനമായിരിക്കും. അതിലെ നിർമ്മൽ ചക്രവർത്തി 90 വയസ്സ് കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നല്ലോ. പക്ഷേ ഇവിടെ 70 കഴിഞ്ഞു പോയാൽ കൊല്ലും. പക്ഷേ 70 കഴിഞ്ഞാലും പിണറായിക്ക് ഇഷ്ടപ്പെട്ടാൽ കൊല്ലില്ല. അതാണ് വേറെ കഥ. പിണറായിക്ക് ഇഷ്ടപ്പെടണം. പിണറായിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി കൂടുന്നു. എന്തിന്? ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നു, വടയും ചായയും കഴിച്ച് പിരിയുന്നു, ചിലപ്പോൾ ബിരിയാണിയും കഴിച്ച് പിരിയും. തീരുമാനം ഒരു തുണ്ട് പേപ്പറിൽ ഒന്നുകിൽ പിണറായി വിജയൻ നേരിട്ട് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ദൂതൻ വഴി പറയും, അല്ലെങ്കിൽ തുണ്ട് പേപ്പർ കൊടുത്തു വിടും, അല്ലെങ്കിൽ ഗോവിന്ദനെ വിളിച്ച് ഫോൺ ചെയ്ത് പറയും മീറ്റിങ്ങൊക്കെ എന്തായി ഗോവിന്ദ? കുറച്ചൊക്കെ ആയി സഹാവേ, ഒരു കാര്യം ചെയ്തോ, ഇപ്രാവശ്യം മണിക്ക് സീറ്റ് വേണ്ട. ഉടൻ തന്നെ ഗോവിന്ദൻ പറയും മണിക്ക് സീറ്റില്ല. ഐസക്കിന് സീറ്റ് വേണ്ട. ശരി, നമ്മുടെ ശൈലജയെ അപ്പുറത്ത് ഇട്ടേക്കൂ. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എനിക്കെന്ത് തരും? അതിന് തൻ്റെ ഭാര്യ ഇപ്പുറത്തിട്ടോ, ജയിക്കുന്ന സീറ്റിൽ തൻ്റെ ഭാര്യ ഇട്ടോ. അങ്ങനെ വിജയരാഘവൻ വലിയ ജിഹുവായിരുന്നു. അദ്ദേഹത്തിനെ അടപ്പിച്ചത് എങ്ങനെയാണ്? ഡോക്ടർ ബിന്ദുവിന് അവിടെ മത്സരിപ്പിച്ച്, അവിടെ അതിന് മുമ്പേ മത്സരിച്ച ആളിനെ കളഞ്ഞിട്ട്, നല്ല ഭൂരിപക്ഷത്തിൽ മത്സരിച്ച് ജയിച്ച ആളിനെ കളഞ്ഞിട്ട് ബിന്ദുവിന് സീറ്റ് കൊടുത്തു.
ബിന്ദു ജയിച്ചു, ബിന്ദുവിനെ മന്ത്രിയാക്കി. വിജയരാഘവൻ സ്വാഹ. വിജയരാഘവൻ പിന്നെ വായടച്ച് പിണറായി സ്തുതി പാടിക്കൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ. AK ബാലൻ ഇതുപോലെയായിരുന്നു. AK ബാലൻ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ബാലൻ്റെ ഭാര്യയെ പിടിച്ച് പ്ലാനിംഗ് ബോർഡിൻ്റെ അംഗമാക്കി. അതോടുകൂടി ബാലൻ സോഹ. ഇപ്പോൾ ഇതാ ഗോവിന്ദൻ സോഹയാകും. ശ്യാമളയെ പിടിച്ച് MLA ആക്കുന്നു. ജയിച്ചാൽ മന്ത്രിയാണ്. ജയിച്ചാൽ ഗോവിന്ദൻ്റെ ഭാര്യയാണ്. കാരണം വിജയരാഘവൻ്റെ ഭാര്യ ഇനി മത്സരിക്കാൻ സാധ്യതയില്ല, ജയിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ജയിച്ചാലും മന്ത്രിയാകാൻ സാധ്യതയില്ല. ഡോക്ടർ ബിന്ദു ആ ചാൻസ് വരുന്നു. PK ശ്യാമള ശ്രീമതി ടീച്ചറിൻ്റെ ബന്ധുവാണ്. ജയരാജൻ്റെ ബന്ധു, EP ജയരാജൻ്റെ ബന്ധുവാണ്. അതുകൊണ്ടാണ് EP ജയരാജൻ പറഞ്ഞ മുത്തുപോലത്തെ സ്ഥാനാർത്ഥികളെയല്ലേ നമ്മൾ നിർത്തിയത്, മുത്തുകളല്ലേ നിർത്തിയത്, പവിഴങ്ങളെയല്ലേ നിർത്തിയത്. അതുകൊണ്ട് എല്ലാവരും ശ്യാമളയ്ക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്നു. അവിടെ മട്ടന്നൂരിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ച് ജയിച്ച ശൈലജ ടീച്ചറെ, 1.5 ലക്ഷത്തിലധികം വോട്ട് വാങ്ങിച്ച ടീച്ചറെ അവിടെ നിന്ന് ഓടിച്ച് കോഴി അടിച്ച് അടുത്ത പറമ്പിലേക്ക് ഓടിക്കുമ്പോൾ കാളയെ അഴിച്ചു വിടുന്ന പറമ്പിലുള്ള ഫലസമൃദ്ധമായ വസ്തുക്കൾ പറമ്പിലുള്ളപ്പോൾ മൊട്ടപ്പറമ്പിലേക്ക് കാളയെ അഴിച്ചു വിടും പോലെ, പശുവിനെ അഴിച്ചു വിടും പോലെ നമ്മുടെ ശൈലജ ടീച്ചറിനെ പാവത്തിന് പേരാവൂരിലേക്ക് നടതള്ളി, അല്ലെങ്കിൽ പടിയടച്ച് പിണ്ടം വെച്ചു. അവിടത്തേക്ക് ആ വനിതയെ നടതള്ളിയതിന് ശേഷം ഇവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് സീറ്റ് കൊടുക്കുന്ന രീതിയിലേക്കാണ് CPM പോയിരിക്കുന്നത്. എന്തായാലും മണി ആശാൻ ഔട്ടായി. ആശാൻ അത് ഒരു കാരണവശാലും പ്രതീക്ഷിച്ചതല്ല. ഇതിനകത്ത് നിന്നുകൊണ്ട് പറ്റുമെങ്കിൽ ഒരു റൗണ്ട് കൂടി മന്ത്രിയൊക്കെയാകാം എന്ന് വിചാരിച്ചു വലിച്ചുപോയി. അതിനിടയിലാണ് തോമസ് ഐസക്കും ധനകാര്യമന്ത്രിയാക്കുക. പക്ഷേ തോമസ് ഐസക്കിനെ വെട്ടിയതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. തോമസ് ഐസക്കിനെ വെട്ടിയത് ശരിക്കും പിണറായി അല്ല. തോമസ് ഐസക്കിനെ വെട്ടിയത് രാജീവും MP രാജേഷും ബാലഗോപാലും കൂടെയാണ് വെട്ടിയത്. അതിന് കാരണമുണ്ട്. കാരണം തോമസ് ഐസക്ക് ഇനിയിപ്പോൾ പിണറായിക്ക് പ്രായമായിരിക്കുകയാണ്. പിണറായിക്ക് സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവായിരിക്കാൻ ഒരു സംശയവും വരും. പ്രതിപക്ഷത്തേക്കാണ് വരുന്നതെങ്കിൽ LDF പ്രതിപക്ഷത്താണല്ലോ, UDF ഭരണകക്ഷിയായി വരികയും പിണറായി വിജയന് പ്രതിപക്ഷ നേതാവായിരിക്കാൻ അദ്ദേഹം ഒരു സാധ്യതയില്ല. അപ്പോൾ പകരം കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ആർക്ക് കൊടുക്കേണ്ടി വരും? തോമസ് ഐസക്കിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ വീണ്ടും ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തോമസ് ഐസക്കിനെ പരിഗണിക്കേണ്ടി വരും. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി LDF ആണ് വരികയാണെങ്കിൽ തോമസ് ഐസക്കിനെ വീണ്ടും ധനകാര്യമന്ത്രിയായിട്ട് പരിഗണിക്കേണ്ടി വരും. അങ്ങനെ ധനകാര്യമന്ത്രിയായി പരിഗണിച്ചാൽ കൃത്യമായി പിണറായി വിജയൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവിടെയും ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് കയറിപ്പറ്റും. എങ്ങനെയായാലും തോമസ് ഐസക്ക് ഒന്നുകിൽ മന്ത്രിയാകും, അല്ലെങ്കിൽ MLA ആയിപ്പോയാൽ ഒന്നുകിൽ മന്ത്രിയാകും, അല്ലെങ്കിൽ പിന്നെ ഭാവിയിലെ മുഖ്യമന്ത്രിയാകും. ഇത് വെട്ടാനുള്ള കടും വെട്ടാണ് രാജീവും MP രാജേഷും മരുമോൻ റിയാസും പിന്നെ ബാലഗോപാലും കൂടെ കയറി വെട്ടിക്കളിച്ചത്. എന്തായാലും പാവം തോമസ് ഐസക്കിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. കാലത്തിൻ്റെ ഒരു കാവ്യനിധിയാണോ ഇതെന്ന് ചിലപ്പോൾ ആലോചിച്ച് പോകും. കാരണം തോമസ് ഐസക്കിന് ഒരു കാലത്ത് വലിയ അധികാരമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരധികാരവുമില്ലാതെ പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റും എടുത്ത് തെക്ക് വടക്ക് നടന്ന് കുറേ ഫേസ്ബുക്ക് പോസ്റ്റും കുറേ പാവങ്ങളെയൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ പോയി കണ്ട് സമയം പാഴാക്കുന്നതല്ലാതെ അതെല്ലാം അദ്ദേഹത്തിന് ക്രിയേറ്റീവായി അവിടെ ചെന്നൊന്നും ചെയ്യാനുമില്ല, ഒന്നും കൊടുക്കാനുമില്ല. വെറുതെ സഹതാപം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാം എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു പാവം തോമസ് ഐസക്കായി നമ്മുടെ ഡോക്ടർ സാക്ഷാൽ തോമസ് ഐസക്ക് എന്ന് പറയുന്ന ബുദ്ധിജീവി, കേരളത്തിൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന CPMൻ്റെ ഏക മൺതരി, ഏക ബുദ്ധിജീവിത്തരി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നാലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. MM മണി എന്ന ജിഹ്വ ഇങ്ങനെ 1 2 3 പറഞ്ഞ് ഇനി നടക്കണമല്ലോ. ഉടുമ്പൻചോല ഇടുക്കി വഴി അടിമാലി വഴി മൂന്നാറിലേക്കെന്നുള്ള കാഴ്ചയും നമുക്ക് കാണേണ്ടി വരും. എല്ലാം കാത്തിരുന്ന് കാണാം. പിണറായി തീരുമാനിക്കും, നമ്മൾ കാത്തിരുന്ന് അനുഭവിക്കുക.